ഒരു കാര്യം കൂടി അല്ല, അങ്ങ് NDA കക്ഷികൾ കൂടി എന്ന് പറഞ്ഞു. BDJS-നോട് നിങ്ങൾക്ക് അയിത്തൊന്നും ഉണ്ടാവില്ല? അല്ല, ഞാൻ ഒരു കക്ഷിയുടെ പേര് പറഞ്ഞില്ലല്ലോ. ഇന്ത്യയിൽ ഇപ്പോഴുള്ള പല കക്ഷികളും ഞങ്ങളുടെ കൂടെ വരാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ്. ഞങ്ങളുടെ അപേക്ഷ പോൽ തന്നിട്ട് ഞങ്ങൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന കക്ഷികൾ ഇന്ത്യയിലെ കക്ഷികളുണ്ട്. ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ശരി. അല്ല, പ്രതിപക്ഷ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഏറ്റവും അവസാനം നിങ്ങൾ പാലക്കാട്ടെ ഒരു യുവ MLA പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും അത് വലിയ ബഹളം അതിനകത്തുണ്ടാക്കുകയും ചെയ്തു. അദ്ദേഹം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, അദ്ദേഹത്തെ കൂടി ദുർബലപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കി നിർത്തിയാൽ നമ്മൾ ദുർബലപ്പെട്ടു പോകുന്ന മട്ടിൽ അകത്ത് ആക്രമണം നടത്തുന്ന, അകത്ത് നിൽക്കുന്ന ആളുകൾ എന്ന മട്ടിൽ വലിയ ബഹളം ഉണ്ടാക്കുന്ന സംഘത്തെ കണ്ടല്ലോ. അപ്പൊ അത്തരം വെട്ടുകിളി കൂട്ടങ്ങൾക്കൊന്നും UDF-ന്റെ ജനപിന്തുണയെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു സന്ദർഭം കൂടിയാണോ ഇത്? അല്ല, ഞാൻ അത്തരം കാര്യങ്ങളിൽ അതുൾപ്പെടെയുള്ള, അത് മാത്രമായിട്ടല്ല ഞാൻ പറയുന്നത്, അതുൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങളിൽ UDF-ന് നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ കോൺഗ്രസിനകത്താണെങ്കിലും കോൺഗ്രസിലെ എല്ലാ നേതാക്കളും കൂടി ആലോചിച്ചെടുക്കുന്ന നിലപാട്. ആ നിലപാട് ഞങ്ങൾ UDF ഘടകകക്ഷികളും തമ്മിൽ ആലോചിച്ച് പൊതുവായ കാര്യങ്ങളിൽ നിലപാടെടുക്കും. ആ നിലപാടുകളിൽ അത് അഴകുഴമ്പൻ നിലപാടായിരിക്കില്ല ഒരിക്കലും. അത് ബോധ്യങ്ങളിൽ നിന്നും അറിവുകളിൽ നിന്നും എടുക്കുന്ന നിലപാടാണ്. ആ നിലപാടുകളിൽ വെള്ളം ചേർക്കില്ല. ഞാൻ വളരെ വ്യക്തമായി, ഞാൻ നേതൃത്വത്തിലിരിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാനത് പറയേണ്ടി വന്നത്. അതിലൊന്നും വെള്ളം ചേർക്കില്ല. പൊസിഷനിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രാഷ്ട്രീയത്തിൽ, പൊതുസമൂഹത്തിലാണെങ്കിലും നമ്മൾ നിലപാടുകൾ എടുത്തത് നമ്മുടെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അത് ആരെങ്കിലും കുറേ പേര് നിന്ന് ബഹളം ഉണ്ടാക്കിയെന്നോർത്തോ സോഷ്യൽ മീഡിയയിൽ കുറേ ബഹളം ഉണ്ടാക്കിയെന്നോർത്തോട്ടൊന്നും അതിലൊന്നും വഴങ്ങുകയോ അതിലൊന്നും കീഴടങ്ങുകയോ ചെയ്ത് ആ നിലപാടുകളിലൊന്നും ഒരു മാറ്റവും വരുത്തില്ല. ശരി. ശ്രീ സതീശ്, ഒറ്റ കാര്യം കൂടി. ശ്രീ സതീശൻ, ഒറ്റ കാര്യം കൂടി. അതായത് UDF-ന് ഒരു മാൻഡേറ്റ് ജനങ്ങൾ നൽകുമ്പോൾ, ജനങ്ങൾ ഒരു മാൻഡേറ്റ് നൽകുമ്പോൾ അത് UDF-ന്റെ ഒരു മെറിറ്റ് കൂടി കണക്കിലെടുത്താണ് ജനം മാൻഡേറ്റ് നൽകുന്നത്. പക്ഷേ ജനത്തിന് പൊതുവെ ഉണ്ട് എന്ന് കരുതപ്പെടുന്ന ഒരു പെർസെപ്ഷൻ, നിങ്ങൾക്കൊരു മാൻഡേറ്റ് നൽകിയാൽ നിങ്ങൾ തന്നെ അത് താഴെയിടും, നിങ്ങളുടെ ഇൻഫൈറ്റ് അതിനെ ദുർബലമാക്കും എന്നൊരു ആശങ്ക ജനങ്ങൾക്കിടയിൽ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പെർസെപ്ഷൻ ഉണ്ട്. അപ്പോൾ അഭൂതപൂർവമായ ഒരു വിജയം ഇക്കുറി ഉണ്ടായിരിക്കുന്നു എങ്കിൽ നിങ്ങൾ അഭൂതപൂർവമായി തന്നെ ആ വിജയത്തെ സംരക്ഷിക്കേണ്ടതുണ്ട്. അതിനുള്ള മെക്കാനിസം ഉണ്ടോ, അതിനൊരു പ്ലാൻ ഉണ്ടോ നിങ്ങൾക്ക്? ഒന്നാമത്തെ കാര്യം, ഈ ഞങ്ങൾ തമ്മിൽ ഭയങ്കര തർക്കമാണ് എന്നുള്ളതൊരു നറേറ്റീവാണ്. അത് CPM-ഉം വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്, ചില മാധ്യമങ്ങളും വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ഞങ്ങൾ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഈ അടുത്ത കാലത്ത് എടുത്തില്ലേ? അത് ഞാനൊരാൾ ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണോ? KPCC പ്രസിഡന്റ് എടുത്ത തീരുമാനമാണോ? ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ചർച്ച ചെയ്ത് എടുത്ത തീരുമാനമാണ്. UDF-ൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം നിങ്ങൾ ആരെങ്കിലും കഴിഞ്ഞ 4.5 കൊല്ലത്തിനെതിരെ കേട്ടോ? ഏതെങ്കിലും ഒരു ഘടകകക്ഷി വന്ന് പുറത്തു വന്ന അഭിപ്രായം പറയുന്നത് കേട്ടോ? എടുത്ത അഭിപ്രായത്തിൻ്റെ പുറത്ത് എല്ലാ കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഐക്യം UDF-ൽ ഉണ്ടായിരുന്നു. എല്ലാ കാലത്തും എല്ലാമായിട്ട് പൂർണ്ണമായ സഹകരണമാണ്. ചെറിയ കക്ഷികളെന്നോ വലിയ കക്ഷികളെന്നോ ഇല്ലാതെ എല്ലാവർക്കും ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. പിന്നെ കോൺഗ്രസ് പാർട്ടിയുടെയൊക്കെ വേറൊരു പശ്ചാത്തലത്തിലുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഞങ്ങൾ CPM പോലെ പിണറായി വിജയൻ ഒരു പാർട്ടി മീറ്റിങ്ങിൽ വന്ന് പോക്കറ്റിൽ നിന്നൊരു കടലാസ് എടുത്ത് ഇതാണ് തീരുമാനം എന്ന് പറഞ്ഞാൽ ചോദിക്കാൻ അവിടെ ആരും ഉണ്ടാവില്ല. പക്ഷെ VD സതീശൻ പോയി ഒരു പാർട്ടി യോഗത്തിൽ ചെന്ന് പോക്കറ്റിൽ നിന്നൊരു കടലാസ് എടുത്ത് ഇതാണ് തീരുമാനം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ എഴുന്നേറ്റ് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് പറയും. അതാണ് CPM-ഉം ഞങ്ങളുടെ പാർട്ടിയും തമ്മിലുള്ള വ്യത്യാസം. അത് അവിടെ എല്ലാത്തിനും കീഴടങ്ങലാണ്. അങ്ങനെയാണ് CPM ഈ സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടി അങ്ങനത്തെ പാർട്ടിയല്ല. VD സതീശൻ വിമർശിക്കപ്പെടും, സണ്ണി ജോസഫ് വിമർശിക്കപ്പെടും, അങ്ങനെയൊക്കെ വിമർശിക്കപ്പെടുന്ന പാർട്ടിയാണ്.